ദുബൈയിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മഴക്കെടുതിയിൽ വിമാനത്താവളത്തിലുണ്ടായ തകരാർ പരിഹരിക്കാൻ 48 മണിക്കൂറാണ് നിയന്ത്രണം. എയർ ഇന്ത്യ ദുബൈ സർവീസുകൾ റദ്ദാക്കി. ഇന്ത്യക്കാർ ദുബൈ വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. UAE നഗരങ്ങളിലെ താമസ മേഖലകൾ പലതും ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. ഇന്നുച്ചയ്ക്ക് 12 മുതൽ 48 മണിക്കൂറാണ് ദുബൈ വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ദുബൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് ഇത് ബാധകമല്ല. മഴയുടെ പ്രത്യാഘാതങ്ങൾ മറികടക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് വരുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ദുബൈയിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയ എയർ ഇന്ത്യ ഈ മാസം 21 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സൗജന്യമായി മറ്റൊരു ദിവസത്തെ ടിക്കറ്റ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഇസ്രായേൽ സർവീസും എയർ ഇന്ത്യ റദ്ദാക്കി. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളെ ഇത് ബാധിക്കില്ല. കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് മാത്രമാണ് എയർ ഇന്ത്യക്ക് ദുബൈ സർവീസ് ഉള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ ദുബൈയിലേക്ക് സർവീസ് നടത്തുന്നത്. എന്നാൽ ഡൽഹി, മുംബൈ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകും. സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ചില ദുബൈ സർവീസുകൾ ഫുജൈറ വിമാനത്താവളത്തിലേക്ക് മാറ്റി. ഡൽഹി, അഹമ്മദാബാദ്, പൂനെ, മുംബൈ വിമാനങ്ങളാണ് ഫുജൈറയിൽ നിന്ന് സർവീസ് നടത്തുക. യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇന്ത്യക്കാർ ദുബൈയിലേക്കും ദുബൈ വഴിയുമുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ മാറ്റിവെക്കണമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയത്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബൈ വിമാനങ്ങൾ ഇന്നലെ ദുബൈയിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി എമിറേറ്റ്സ് വിമാനത്തിൽ കൊച്ചിയിലെത്തിയ യാത്രക്കാർക്ക് ബാഗേജുകൾ ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട്. ബാഗേജ് പിന്നീട് എത്തിക്കാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റോഡുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. ഷാർജയിലും അജ്മാനിലും താമസ മേഖലയിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിൽ കഴിയുന്നവരും നിരവധിയാണ്. മീഡിയ 1 ദുബായ്. ഒത്തൊരുമ കൊണ്ട് കേരളത്തിലെ മഹാപ്രളയത്തെ അതിജീവിച്ച മലയാളികൾ ഗൾഫിലും മാതൃകയാവുകയാണ്. UAE പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടിവെള്ളവും ഭക്ഷണവും എത്തിച്ച നിസ്വാർത്ഥ സേവനം നടത്തുകയാണ് നിരവധി മലയാളി കൂട്ടായ്മകൾ. സാംസ്കാരിക മതസംഘടനകൾ മുതൽ വാട്സപ്പ് കൂട്ടായ്മകൾ വരെ ഷാർജയിലും അജ്മാനിലും സേവന രംഗത്ത് സജീവമാണ്. ഷിനോജ് ഷംസുദ്ദീൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിനോജ്, ഒരു ഒരുമയുടെ അതിജീവന കഥ നമുക്ക് പറയാനുണ്ട്. 2018 നമ്മൾ കണ്ടതാണ്. സമാനമായ ദൃശ്യങ്ങളാണ് ഗൾഫിലെ പല മേഖലകളിൽ നിന്ന്. വെള്ളക്കെട്ടുകൾ നീന്തിക്കടക്കുന്ന മലയാളികൾ, ഒപ്പം വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുന്ന ആളുകൾ, ഒപ്പം ഈ താൽക്കാലിക തോണിയൊക്കെ ഉണ്ടാക്കി പെട്ടുപോയ മനുഷ്യരെ കരയ്ക്ക് കയറ്റുന്ന മനുഷ്യർ, അങ്ങനെ നല്ല കാഴ്ചകൾ ഈ ദുരന്ത മുഖത്ത് നിന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എന്താണ് അവിടെയുള്ള സ്ഥിതി? എല്ലാവരും ഒരുമിച്ചിരുന്ന് രക്ഷാപ്രവർത്തനത്തിന് കൈകോർക്കുകയാണോ? അതെ, 2018 നമ്മൾ കേരളത്തിൽ കണ്ടത് 2024 ദുബൈയിലും ഷാർജയിലും കാണുന്നു എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്നത് മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം. മറ്റൊരു സംഘടനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷാ സമൂഹമോ ഇത്തരത്തിൽ സജീവമായി രംഗത്തില്ല. ഇവർ മലയാളികളെ മാത്രമല്ല സഹായിക്കുന്നത്. ഇവിടെ ദുബൈയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ വാട്സപ്പ് കൂട്ടായ്മകളും സംഘടനകളും സഹായം എത്തിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷാർജയിലെ അൽമജാസ്, അബു ഷഗാറ, കാസിമിയ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. അവിടെ ബഹുനില കെട്ടിടങ്ങളിൽ പലതിലും വൈദ്യുതിയില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. 30 25 നിലകളിൽ താമസിക്കുന്നവർക്ക് താഴേക്ക് ഇറങ്ങി വന്ന് വെള്ളത്തിൻ്റെ ടംബ്ലറുകൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പലയിടത്തും വൈദ്യുതിയില്ല, ലിഫ്റ്റില്ല എന്നുള്ള സാഹചര്യത്തിലാണ് പലർക്കും ഭക്ഷണമില്ലാത്ത അവസ്ഥ, കുടിവെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഈ കടന്നു പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന വഞ്ചിയൊക്കെ ഉപയോഗിച്ച് മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ ഈ ഫ്ലാറ്റുകൾക്ക് താഴെ എത്തി അവർക്ക് വെള്ളം വിതരണം ചെയ്യുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ചില കൂട്ടായ്മകളാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. രശ്മ. ഷിനോജ്, ഒന്ന് തുടരൂ. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ICF ഷാർജയുടെ പ്രവർത്തകനായ താജുദ്ദീൻ സഖാഫി മീഡിയ വണ്ണൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താജുദ്ദീൻ, കേൾക്കാമോ? കേൾക്കാം. അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഒരുപാട് മനുഷ്യർക്ക് കൈത്താങ്ങാവാൻ ICF-ന് സാധിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും പ്രളയം വന്നത് മുതൽ ഈ ഒരു
പ്രയാസം അനുഭവിക്കേണ്ട ഘട്ടം വന്നത് മുതൽ തന്നെ ICF-ന്റെയും RC-യുടെയും സന്നദ്ധ പ്രവർത്തകർ സേവന മേഖലയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷാർജ, അൽ ഖാസിമിയ, ബുഷഗാറ, അൽ നഹദ, അൽ വഹദ തുടങ്ങിയ ഏരിയകളിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായപ്പോൾ അവിടത്തേക്ക് 3-4 ഷിഫ്റ്റുകളായി നൂറുകണക്കിന് പ്രവർത്തകർ ഒത്തുചേർന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഭക്ഷണവും വെള്ളവും, പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ വല്ലാത്തൊരു പ്രയാസത്തിലായ സമയത്ത് 18-20 നിലകൾക്ക് ലിഫ്റ്റ് സൗകര്യം പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ പ്രവർത്തകർ കയറി ചെന്ന് അവർക്ക് വേണ്ട വസ്തുക്കളൊക്കെ കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കെയർ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ആളുകൾ അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യത്തിന് വേണ്ടി പോലും പ്രയാസപ്പെട്ടപ്പോൾ അവരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവർത്തകർ നിരന്തരമായി ഷാർജ ഏരിയയിൽ സജീവമായി പ്രവർത്തനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഷാർജ ICF വെൽഫെയർ ടീം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്താവും ഈ വെള്ളം കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പ്രയാസം കൂടുതൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് വേണ്ട കൈത്താങ്ങാവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ പ്രവർത്തകരിലേക്ക് കൈമാറാനുള്ള പ്രത്യേക അടിയന്തര മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകൾ, നിരവധി സാധാരണക്കാര്, പ്രവർത്തകര് എല്ലാവരോടും നന്ദിയോടുകൂടെ നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നതിന് എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുകയാണ്. ശ്രീ താജുദ്ദീൻ സഖാഫി, എല്ലാവിധ നന്ദിയും നമ്മളും അറിയിക്കുകയാണ്. കാരണം ഇത്രയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ICF-ന്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. മുന്നോട്ടും ഇനി അങ്ങനെ തന്നെ മനുഷ്യരുടെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ അബ്ദുൽ ജലീൽ ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. വിവിധ വാട്സപ്പ് കൂട്ടായ്മകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ മെമ്പർ കൂടിയാണ്. അബ്ദുൽ ജലീൽ, കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കാം. എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ? എങ്ങനെയാണ്, എന്താണ് നിലവിലെ സ്ഥിതി? ഞങ്ങള് ഇവിടെ ഷാർജ കാസ്മിയ ഏരിയയിലാണ് ഞങ്ങള് പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങളിവിടെ ഇവിടാണ് താമസിക്കുന്നത്. ഇപ്പൊ നമ്മുടെ UAE-ൽ പെയ്തിട്ടുള്ള മഴയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് ഈ കാസ്മിയ ഏരിയയിലാണ്. ഇവിടെ ഒരുപാട് ബാച്ചിലേഴ്സും കുടുംബമൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരുപാട് വലിയ വലിയ ഫ്ലാറ്റുകളുള്ള, ബിൽഡിങ്ങുകളുള്ള സ്ഥലമാണ് ഈ കാസ്മിയ ഏരിയ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഒരു അതോറിറ്റി മുൻകൂട്ടി നമ്മുടെ ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനവരെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റി. എന്നാലും മഴ പോലെ ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി അത് കുറച്ച് രൂക്ഷമാകുകയാണ് ഉണ്ടായത്. അപ്പൊ നാട്ടിലെ പോലെ പെട്ടെന്ന് ഇവിടെ വെള്ളം വറ്റിപ്പോകുന്ന, ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രയാസമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തന രംഗത്താണുള്ളത്. ഇപ്പോൾ ഈ വെള്ളക്കെട്ടിലൂടെ ഇവിടെ കറണ്ടുകൾ, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ബിൽഡിങ്ങുകൾ, അവിടെ ലിഫ്റ്റുകൾ വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ 10-15 നിലകളൊക്കെ ഉള്ള ബിൽഡിങ്ങിൽ ഞങ്ങൾ പ്രവർത്തകർ ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് മിനറൽ വാട്ടറാണ്. അവർക്ക് കുടിവെള്ളം വളരെ പ്രയാസമാണ്. കാരണം മോട്ടറുകളൊക്കെ നിന്നതുകൊണ്ട് കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ വാഹനങ്ങളിൽ വന്നുകൊണ്ട് ഫുഡ് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം കൂടുതൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ബിൽഡിങ്ങുകളിൽ ഞങ്ങള് പ്രവർത്തകർ, ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കൂട്ടായ്മ ഉണ്ട് ഈ കാസ്മിയ ഏരിയയിൽ. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ശക്തമായ പ്രവർത്തനം അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു രാത്രി 1:30 വരെ ഞങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങള് ഇപ്പോഴും പ്രവർത്തന രംഗത്താണുള്ളത്. വെള്ളത്തിൽ ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള സഹായം. തീർച്ചയായും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എത്രയും വേഗം തന്നെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഇപ്പോൾ സിയാദ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹം എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി അസോസിയേഷന്റെ മെമ്പറാണ്. മരുന്നുകളും മെഡിക്കൽ സേവനവും എത്തിക്കുന്ന മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മ കൂടിയാണ് എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി. സിയാദ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ പ്രളയമുഖത്ത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഈ മരുന്നുകളും മെഡിക്കൽ സേവനവും വലിയ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് അവിടെ നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഇത് ആക്ച്വലി എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടെ ദുബായിലെ UAE-യിലുള്ള
ഒരു കൂട്ടം മലയാളി നഴ്സുമാരുടെ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലൂടെ പോകുന്ന ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. അപ്പോ ഇതിപ്പോ 75 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു അതിശക്തമായ മഴയായിരുന്നല്ലോ. UAE ഗവൺമെന്റ് ആണെങ്കിലും മറ്റുള്ള അസോസിയേഷനുകളും അല്ലാതെയുള്ള ഒരുപാട് അലേർട്ടുകളും മെസ്സേജുകളൊക്കെ ഇതിനെപ്പറ്റി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉണ്ടായിരുന്നത് കൊണ്ട് ഒട്ടനവധി കമ്പനികൾക്കൊക്കെ അവരുടെ വർക്കുകളെല്ലാം വർക്ക് അറ്റ് ഹോം ആക്കാൻ പറ്റിയിരുന്നു. അതുപോലെ സ്കൂളുകളാണെങ്കിലും ഓൺലൈൻ സ്കൂളുകളാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ നമ്മളെ പോലെ ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാര്, ഡോക്ടേഴ്സ്, മറ്റുള്ള ടെക്നീഷ്യൻസ്, അതുപോലെ ആംബുലൻസ് വർക്കേഴ്സ്, സെക്യൂരിറ്റീസ്, പോലീസുകാര്, അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ടു പോയി. ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വെള്ളം, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അടുത്ത ഷിഫ്റ്റിനുള്ള ആളുകൾ വരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെയായിരുന്നു അന്ന് പോയിരുന്നത്. അതിനുശേഷം ഇപ്പോ ദുബായ്, ഷാർജ എന്ന് പറഞ്ഞത് കുറച്ച് വ്യത്യാസം ദൂരമുള്ള സ്ഥലമാണെങ്കിലും ഒട്ടനവധി ആളുകൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവർ താമസിക്കുന്നത് ഷാർജ സൈഡിലാണ്. അപ്പോ ഇന്നലെ വൈകിട്ടാണ് നമുക്ക് രാത്രി ഒരു ഫോൺ കോൾ വരുന്നത്. അവരുടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളുടെ കുട്ടി ഭയങ്കരമായിട്ടുള്ള പനിയും പ്രശ്നങ്ങളുമായി. പക്ഷെ അവർക്ക് മരുന്നുകൾ അവിടെ കിട്ടാനില്ല. ഫാർമസികളാണെങ്കിലും മറ്റുള്ള ക്ലിനിക്കുകളാണെങ്കിലും എല്ലാം അടച്ച ഒരു സമയമായിരുന്നു. രാത്രി 10-11 മണിയായിരുന്നു. ആ സമയത്ത് ഞങ്ങള് കിട്ടിയ മരുന്നുമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു സത്യാവസ്ഥ മനസ്സിലായത്. നമ്മുടെ ഏകദേശം ഒരാളുടെ ഒരു അരക്കെട്ടിന് അത്രയുള്ള വെള്ളം ഉണ്ടായിരുന്നു. എങ്ങനെ അവിടെ ഇറങ്ങി ചെല്ലും? അവരുടെ അടുത്തേക്ക് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ ഒതുക്കി നിർത്തിയിട്ട് നടന്നു തന്നെ പോയി. ആ റോഡ് ഏതാണ്, കുഴി ഏതാണ്, വെള്ളം ഏതാണ് ഒന്നും അറിയാതെ നമ്മൾ നടന്നു കിടന്ന് അവരുടെ അടുത്ത് എന്തായാലും ചെന്നു, മരുന്ന് കൊടുത്തു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മലയാളികളുടെ ഒരു ഇത് ഇവിടെ കാണാൻ സാധിച്ചത്. പണ്ട് നമ്മുടെ നാട്ടില് പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതുപോലെ, മത്സ്യത്തൊഴിലാളികൾ വന്നതുപോലെ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ, അതായത് KMCC ആണെങ്കിലും ഇന്ത്യൻ അസോസിയേഷൻ, ഇവിടുത്തെ ടിക്ടോക്കിലെ കുറെ പ്രഗത്ഭരായ ആളുകൾ, ഒരുപാട് SMA രോഗബാധിതനായ മൽഖ റൂഹിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഇന്ത്യൻ സമൂഹം കൈകോർക്കണമെന്ന് ഖത്തർ ചാരിറ്റി വഴിയുള്ള ധനശേഖരണം വേഗത്തിലാക്കാൻ ഇന്നലെ ദോഹയിൽ ചേർന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളുടെയും സംഘടനാ പ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. ജനിതക രോഗമായ SMA ടൈപ്പ് 1 സ്ഥിരീകരിച്ച പാലക്കാട് മേപ്പറമ്പ് സ്വദേശിയായ റിസാലിന്റെയും നിഹാലയുടെയും മകൾ മൽഖ റൂഹിയുടെ ചികിത്സയ്ക്കുള്ള ഇഞ്ചക്ഷന് 1.16 കോടി റിയാൽ, ഏതാണ്ട് 26 കോടി ഇന്ത്യൻ രൂപയാണ് വേണ്ടത്. 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ചികിത്സ ഖത്തറിലെ സിദ്ര ആശുപത്രിയിൽ സൗജന്യമാണെങ്കിലും SMA-ക്കുള്ള ഇഞ്ചക്ഷന് 26 കോടിയോളം രൂപ ചിലവ് വരും. 2 ആഴ്ച മുമ്പ് ഖത്തർ ചാരിറ്റി വഴി ധനസമാഹരണം തുടങ്ങിയെങ്കിലും ചെറിയ തുക മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹം ഊർജിതമായി രംഗത്തിറങ്ങണമെന്ന് ഖത്തർ ചാരിറ്റി അധികൃതർ ആവശ്യപ്പെട്ടു. I'm very happy and proud about Indian community here in Qatar, and I would like to encourage them to share with us, with Qatar Charity, in this campaign to collect this amount to save the life of Malika. Inshallah, we will reach to this goal if we work together, and I hope inshallah we will reach to this amount as soon as possible. ധനസമാഹരണം വേഗത്തിലാക്കാൻ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും 40ഓളം സംഘടനാ നേതാക്കളും ദോഹയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിവിധ മാർഗങ്ങളിലൂടെ ഫണ്ട് ഡ്രൈവ് ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. മീഡിയ 1 ദോഹ. ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് നിരാശാജനകവും ദുഃഖകരവുമെന്ന് ഖത്തർ. മേഖല ഒന്നാകെ ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നീതി പരാജയപ്പെട്ട ദുഃഖകരമായ ദിനമെന്നാണ് ഖത്തർ പ്രമേയത്തിന്റെ പരാജയത്തെ വിശേഷിപ്പിച്ചത്. ഫലസ്തീനിന് പൂർണ്ണാംഗത്വമെന്ന ആവശ്യവുമായി UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം അമേരിക്കയാണ് വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിച്ച് ഉത്തരവാദിത്തം നിർവഹിക്കാനാവാതെ UN വീണ്ടും നിസ്സഹായരായി കീഴടങ്ങുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. 193 അംഗ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് പ്രമേയം രക്ഷാസമിതിയിലെത്തിയത്. UN 194ാമത്തെ അംഗമായി ഫലസ്തീനിനെ അംഗീകരിക്കണമെന്നായിരുന്നു പ്രമേയത്തിലെ ആവശ്യം. UN ജനറൽ അസംബ്ലിയിൽ
ഭൂരിപക്ഷം അംഗങ്ങളും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതിനാൽ പ്രമേയം പാസ്സാകുമായിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ US പ്രമേയത്തെ വീറ്റോ ചെയ്തത് തിരിച്ചടിയായി. 1967 അതിർത്തികൾ കണക്കാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. മീഡിയ 1 ദോഹ. വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ വിമാന കമ്പനികൾക്ക് പിഴ ചുമത്തി. യാത്രക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിഴ ചുമത്തിയത്. വിമാനത്തിനകത്തെ തെറ്റായ പെരുമാറ്റത്തിന് യാത്രക്കാർക്കെതിരെയും നടപടിയുണ്ട്. വിമാന കമ്പനികളിൽ നിന്നും യാത്രക്കാർ നേരിടാറുള്ള വിവിധ പ്രശ്നങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നവംബറിലാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പരിഷ്കരിച്ച നിയമാവലി പ്രാബല്യത്തിൽ വന്നത്. വിമാനം വൈകുന്നതും ലഗേജുകൾ നഷ്ടപ്പെടുന്നതും ഉൾപ്പെടെ 30ഓളം വകുപ്പുകൾ ഉൾപ്പെടുത്തിയായിരുന്നു നിയമാവലി പരിഷ്കരിച്ചത്. ഇതനുസരിച്ച് വിവിധ നിയമലംഘനങ്ങൾക്ക് വിമാന കമ്പനികൾക്കും വ്യക്തികൾക്കും ഈ വർഷത്തെ ആദ്യ 3 മാസത്തിനിടയിൽ ആകെ 53 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. 185ഓളം നിയമലംഘനങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ 111 എണ്ണവും വിമാന കമ്പനികൾക്കെതിരെയായിരുന്നു. 36 ലക്ഷത്തിലധികം റിയാലാണ് ഈ ഇനത്തിൽ വിവിധ വിമാന കമ്പനികൾക്ക് പിഴ ചുമത്തിയത്. കൂടാതെ യാത്രക്കാരുടെ വിവിധ അവകാശങ്ങൾ നിഷേധിച്ചതിന് 31 പിഴകളും വിമാന കമ്പനികൾക്കെതിരെ ചുമത്തി. ഈ ഇനത്തിൽ 13 ലക്ഷം റിയാലാണ് പിഴ ഈടാക്കിയത്. കൂടാതെ നിയന്ത്രിത മേഖലകളിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിനും വിമാനത്തിനകത്തെ തെറ്റായ സംഭവങ്ങൾക്കും നിയമവിരുദ്ധമായി ഡ്രോൺ പ്രവർത്തിച്ചതിനും വ്യക്തികളുടെ മേലും പിഴ ചുമത്തിയിട്ടുണ്ട്. 2,52,700 റിയാൽ വ്യക്തിഗത ലംഘനങ്ങൾക്ക് ചുമത്തിയതായും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് അനധികൃതമായി പണം കൈക്കലാക്കിയ ബാങ്ക് ജീവനക്കാരന് 5 വർഷം തടവ് ശിക്ഷ. സ്വദേശി പൗരനെതിരെ അപ്പീൽ കോടതിയുടേതാണ് വിധി. ഇറാനിയൻ യുവതിയുടെ 1 ലക്ഷം ദിനാറാണ് ബാങ്ക് ജീവനക്കാരൻ തട്ടിയെടുത്തത്. നിക്ഷേപത്തിനെന്ന വ്യാജേന ബാങ്ക് പേപ്പറുകളും ഇടപാട് രേഖകളും വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു. യുവതിക്ക് അറബി ഭാഷയിലുള്ള അറിവില്ലായ്മ മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. കുടിശ്ശിക ബാക്കിയുള്ളവർക്കെതിരെ ശക്തമായ നടപടിയുമായി കുവൈറ്റ് വൈദ്യുതി ജല മന്ത്രാലയം. 500 ദിനാറിൽ കൂടുതൽ അടയ്ക്കാൻ ബാക്കിയുള്ള സ്വദേശികളുടെയും പ്രവാസികളുടെയും വിസ അടക്കമുള്ള ആഭ്യന്തര മന്ത്രാലയ ഇടപാടുകൾ നിർത്തിവെക്കും. പിഴയടക്കമുള്ള കുടിശ്ശികകൾ പിരിച്ചെടുക്കുന്ന നടപടികളുടെ ഭാഗമായാണ് പുതിയ നീക്കം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച കസ്റ്റമർ സർവീസ് ഓഫീസുകൾ വഴിയും സഹേൽ ആപ്ലിക്കേഷൻ വഴിയുമാണ് ബിൽ കുടിശ്ശിക അടയ്ക്കേണ്ടത്. കുടിശ്ശിക ഇനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് 100 കണക്കിന് മില്യൺ ദിനാറാണ് മന്ത്രാലയത്തിന് പിരിഞ്ഞു കിട്ടാനുള്ളത്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ദുബൈയിൽ ഇലക്ഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇബ്രാഹിം മുറിച്ചാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് ഓൺലൈൻ ക്യാമ്പയിൻ ഊർജിതമാക്കാൻ ക്യാമ്പയിൻ തീരുമാനിച്ചു. സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ഹനീഫ് TR, അബ്ദുൾ ഖാദർ അരിമ്പറ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിൽ വിസ റിക്രൂട്ട്മെന്റ് നടപടികളിൽ മാറ്റങ്ങൾ വരുത്തിയ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മാനവശേഷി സമിതിയുടെ യോഗത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ തൊഴിലുടമകൾക്ക് തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്വതന്ത്രമായി തൊഴിലാളികളെ വിദേശത്തു നിന്നും റിക്രൂട്ട് ചെയ്യുവാൻ സാധിക്കും. നേരത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന് അധികൃതർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ രാജ്യത്ത് ചില മേഖലകളിൽ നിലനിൽക്കുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടികളെന്നാണ് സൂചനകൾ. തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റിന് ആദ്യ തവണ 150 ദിനാറാണ് ഈടാക്കുക. പുതിയ തീരുമാനപ്രകാരം ജോലി ചെയ്യുന്ന ആദ്യ സ്ഥാപനത്തിൽ നിന്നും പ്രവാസി തൊഴിലാളികൾക്ക് 3 വർഷത്തിനുള്ളിൽ 300 ദിനാർ ട്രാൻസ്ഫർ ഫീസ് നൽകി തൊഴിലുടമയുടെ അനുവാദത്തോടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുവാൻ അനുവദിക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും വിസ കടത്ത് തടയാനും തൊഴിൽ ചെലവ് കുറയ്ക്കാനും പുതിയ തീരുമാനം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. 2024 ജൂൺ 1 മുതലായിരിക്കും പുതിയ തീരുമാനം നടപ്പിലാക്കുക. മീഡിയ 1, കുവൈത്ത്. കുവൈറ്റിൽ തൃശൂർ സ്വദേശി നിര്യാതനായി മുല്ലശ്ശേരി ആനയെടുത്ത് സനോജ് സത്യനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കുവൈത്തിലെ അബ്ബാസിയിലായിരുന്നു താമസം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു. തലശ്ശേരി മാഹിൻ അലി സാഹിബ് റോഡിലെ ആമിനാസിൽ താമസിക്കുന്ന വയൽപുരയിൽ ഫാറൂഖാണ് ബർക്കയിൽ മരിച്ചത്. തലശ്ശേരിയിൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി.
കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 150-ലധികം പേർ രക്തം നൽകി. ദമ്മാം പ്രവാസി വെൽഫെയറിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം നടത്തി പങ്കാളികളായി. റമദാൻ ഈദ് കാലയളവിൽ നേരിട്ട രക്തത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ക്യാമ്പ് ഒരുക്കിയത്. പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ ജംഷാദ് കണ്ണൂർ രക്തം നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദമ്മാം കിങ് ഫഹദ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. ദമ്മാം സൈക്കിൾ ക്ലബ് അംഗങ്ങൾ, വിവിധ കായിക ക്ലബ് അംഗങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്നിവർ പങ്കെടുത്തു. കിങ് ഫഹദ് ആശുപത്രി വിഭാഗം തലവൻ അഹമ്മദ് സ്വാലി മൻസൂർ, ഡോക്ടർ ഉസാം അൽ ഗാംദി, റഹീം തിരൂർക്കാട്, സലീം കണ്ണൂർ, റൌഫ് ചാവക്കാട് എന്നിവർ സംബന്ധിച്ചു. ആഷിഫ് കൊല്ലം, ഷിക്കീർ ബിലാവലിനകത്ത്, ജമാൽ പയ്യന്നൂർ, സമീഉള്ള, തൻസീം കണ്ണൂർ, അബ്ദുൽ ഖാദർ, നാസർ വെള്ളിയത്ത്, ഷെരീഫ് കൊച്ചി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. സൗദി അൽഹസയിലെ UDF പോഷക സംഘടനകൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. നാളെ രാത്രി അൽ ഖബായിൽ ഹോട്ടലിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഘടകകക്ഷികളുടെ സംയുക്ത യോഗം അറിയിച്ചു. പരമാവധി വോട്ടുകൾ UDFന് അനുകൂലമായി പോൾ ചെയ്യിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനാധിപത്യം വിധി പറയുമ്പോൾ എന്ന തലക്കെട്ടിൽ ദമാം ഇന്ത്യൻ മീഡിയ ഫോറം ചർച്ചാ സംഗമം സംഘടിപ്പിക്കുന്നു. വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാത്രി ദമാം റോസ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിലാണ് ചർച്ചാ സംഗമം. കുവൈറ്റിലെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന വടംവലി മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 30 വരെ രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 10 അബ്ബാസിയിലെ സെൻട്രൽ സ്കൂളിലാണ് വടംവലി മത്സരം നടക്കുക. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ പ്രവാസി വെൽഫെയർ ഒരുക്കുന്ന മെയ് ഫെസ്റ്റിന്റെ ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മെയ് 1 രാവിലെ 6 മുതൽ നടക്കുന്ന മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ട്രോഫിയും പ്രൈസ് മണിയും നൽകും. ലെവൽ 1, ലെവൽ 2 തരത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നതെന്നും ടീമുകൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായും സംഘാടകർ അറിയിച്ചു. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുറ്റിക്കോട് ഗ്രാമത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുഹമ്മദ് അലി മാത്രം നിർവഹിച്ചു. CK അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. KKMA സോഷ്യൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അബ്ദുൾ റസാഖ് മേലടി മുഖ്യപ്രഭാഷണം നടത്തി. കിണറിന് സ്ഥലം സൗജന്യമായി നൽകിയ അബ്ദുൽ നാസർ ഭൂമി രേഖകൾ ഭാരവാഹികൾക്ക് കൈമാറി. കേരളത്തിലും കർണാടകയിലുമായി 23-ലേറെ കിണറുകളാണ് ഇതുവരെയായി നിർമ്മിച്ച് നൽകിയത്. ഖത്തർ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ തൂവാരിക്കൽ, KMCC സംസ്ഥാന ട്രഷറർ PSM ഹുസൈൻ, ഇൻകാസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. ദമാം സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ തർബിയത്തുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മെഹർജാൻ ഉൽബിദായ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ദമാം റയ്യാൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CH അബൂബക്കർ മൗലവി ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകൂട്ടം പേരന്റ്സ് മീറ്റ് ഉദ്ഘാടനം KKC മുഹമ്മദ് ബാക്കവിയും നിർവഹിച്ചു. ഉമർ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ദാരിമി, മുബഷിർ സവാദ് എന്നിവർ ക്ലാസുകൾ നടത്തി. മൻസൂർ ഹുദവി, അബ്ദുറഹ്മാൻ പൂനൂർ, മുജീബ് കൊളത്തൂർ, മജീദ് വാണിയമ്പലം എന്നിവർ സംസാരിച്ചു. മൊയ്തീൻ പട്ടാമ്പി, ബാസിദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. മസ്കത്തിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ വടകര സ്വദേശി വിമാനത്തിൽ മരിച്ചു. വടകര സഹകരണ ഹോസ്പിറ്റലിന് സമീപത്തെ സച്ചിൻ സദാനന്ദനാണ് മരിച്ചത്. വിമാനം ലാൻഡ് ചെയ്യാൻ 1 മണിക്കൂർ ശേഷിക്കെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. മസ്കത്തിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലായിരുന്നു യാത്ര തിരിച്ചിരുന്നത്. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അടിയന്തര പരിശോധന നടത്തിയ മെഡിക്കൽ സംഘമാണ് മരണം സ്ഥിരീകരിച്ചത്. അൽമറായിയുടെ സുഹാർ ബ്രാഞ്ചിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ നാളെ യമനിലേക്ക്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ കാണാൻ ശ്രമിക്കും. മകളെ മോചിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രേമകുമാരി പറഞ്ഞു. മോചനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് പ്രതികരിച്ചു. യോഗ്യതയില്ല. ഇതൊക്കെ
ഇയാളോട് ചോദിച്ചാൽ മതി. ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാർ പല രാജ്യത്തും കിടന്ന് ആക്സിഡൻസുകാർ ഒത്തിരി 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 കഷ്ടപ്പെട്ട് പലവരും ഇപ്പോഴും ആരുടെയൊക്കെ പേര് പറയാനായിട്ട് എന്നോട് കഴിയില്ല. ഇപ്പൊ വന്ന് നമ്മളെ വീട് വരെയായി. ഇനി ബാക്കി എന്താണെന്നും എനിക്കറിയാൻ പാടില്ല. തീർച്ചയായും എനിക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും കൈ ഓർത്ത് പിടിച്ച് എന്റെ മോളെ രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് പ്രതീക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ 100% വിശ്വാസത്തിലാണ്. കാരണം കുറേ വർഷങ്ങളായി ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ, മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് സജീവമായിട്ട് രംഗത്ത് നിൽക്കുകയും വേണ്ടുന്ന പ്രോത്സാഹനം നമ്മൾ കൊടുക്കുകയല്ല, കൂടെ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളും അത് ഏറ്റു സ്വീകരിക്കുക. ഇന്നും അത് തന്നെ ഞങ്ങൾ ഈ നിമിഷവും. അപ്പോൾ അമ്മയും വന്നു, ഞാൻ വന്നു, കൊച്ചു വന്നു, ഞങ്ങളൊക്കെ ഇവരുടെ ആ ഒരു സഹകരണ മനോഭാവം അതോടൊപ്പം ഞങ്ങൾ പങ്കുചേരുക. കാരണം നമുക്കൊന്നും ആകില്ല, ഇവർക്കൊക്കെ സാധിക്കുകയുള്ളൂ.